സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരം തുടരുന്നു. ഉപാധികളും നിബന്ധനകളുമില്ലാതെ ഓണറേറിയം നൽകണമെന്ന ആവശ്യം അംഗീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വേതനം കാലാനുസൃതമായി വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള മറ്റ് ആവശ്യങ്ങളുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഓണറേറിയം കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം എന്നാണ് സർക്കാർ നിലപാടെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നതിൽ വ്യക്തതയില്ല. അജീഷ് ജയകുമാറാണ് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങളായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നടപടിക്ക് എത്രത്തോളം സാധ്യതയുണ്ട്, എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആശാമാർ സമരം നടത്തുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ വേദിയിലാണ്. കഴിഞ്ഞ 28 ദിവസമായി ഇവിടെ സമരമുണ്ടായിരുന്നു. ഇന്നലെ വലിയ പരിപാടികളൊക്കെ ഇവിടെ ഒരുക്കിയിരുന്നു. ഒരുപാട് സാഹിത്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ഇവർക്ക് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ രാത്രി ഒട്ടനീളം വലിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും രാവിലെ ആശമാരൊക്കെ പ്രഭാതകർമ്മങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. സമരവേദി ഇപ്പോൾ ശൂന്യമാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ ഊർജ്ജത്തോടെ തന്നെ തിരിച്ചെത്തും. എന്തായാലും സർക്കാർ ഇപ്പോഴും ഇവർ ഉന്നയിച്ച പല ആവശ്യങ്ങളോട് അനുകൂല സമീപനമാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന്, ഈ നിബന്ധനകളൊക്കെ ഒഴിവാക്കി ഓണറേറിയം നൽകുന്ന കാര്യത്തിലാണ്. അത് അംഗീകരിക്കാമെന്ന് ആരോഗ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. വൈകാതെ അതിൻ്റെ ഉത്തരവുകളൊക്കെ പുറത്തിറങ്ങും. പക്ഷേ ഈ ഓണറേറിയമായ ഡെയിലി 232 രൂപ പ്രതിദിനം ഓണറേറിയം അത് 700 രൂപയാക്കണമെന്നാണ് ഇവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സ്വാഭാവികമായിട്ട് അത് ന്യായമായ ആവശ്യമാണ്. അത് എങ്ങനെയായിരിക്കും സർക്കാർ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ സംസ്ഥാന സർക്കാർ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉയർത്തുന്നത് വലിയ സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന് ഉണ്ടാക്കി വെക്കും. 10-20,000-ഓളം ആശാ വർക്കർമാർ കേരളത്തിലുടനീളം ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 232 രൂപ എന്നുള്ളത് 700 രൂപ ആക്കുമ്പോൾ വലിയ ബാധ്യത ഉണ്ടാകും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു അനുകൂല നിലപാടുണ്ടായെങ്കിൽ മാത്രമേ അത് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി KV തോമസ് ഒക്കെ കേന്ദ്ര ധനമന്ത്രിയുമായൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലും കേന്ദ്രത്തിൽ നിന്നൊരു അനുകൂല നിലപാടൊന്നും ഇതുവരയ്ക്കും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ രണ്ടുപേരും സംയുക്തമായി സംസാരിച്ച് ഇതിൽ ഒരുമിച്ചൊരു തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊന്നും തീരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ ഇവർ സമരം ചിലപ്പോൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയും. പക്ഷേ ഇതുവരയ്ക്കും അത്തരത്തിലുള്ളൊരു സംസാരമോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു നിലപാടോ ഒന്നും ഇരു സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും എടുത്തിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഈ സമരം തുടരുമെന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. അത് അതിശക്തമായി തന്നെ തുടരും. കൂടുതൽ പേരെ ഈ ഐക്യദാർഢ്യവുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്.